ചോദ്യപേപ്പർ ചോർച്ചയിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി എം എസ് സൊല്യൂഷൻ സിഇഒ മുഹമ്മദ് ഷെയ്ബിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. നാളെ കോടതിയിൽ ഹാജരാക്കും. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിയാണ് ഇയാൾ കീഴടങ്ങിയത്. ഇംതിയാസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇംതിയാസ്, ജാമ്യ ഹർജി കൂടി തള്ളിയതോടുകൂടി ഷെയ്ബിന് മുന്നിൽ മറ്റ് വഴികളില്ല. പരമാവധി അറസ്റ്റിലാവാതിരിക്കാനുള്ള ശ്രമം ഇതിനകം തന്നെ നടത്തിയതാണ്. അതിനുശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അതിന് പിന്നിൽ മറ്റു പലരുമുണ്ട്, കൈക്കൂലി അടക്കമുള്ള കാര്യങ്ങളുണ്ട് തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. മധുസജി, ദിവിഷ് മണി, ഇതിലിപ്പോൾ ഈ നേരത്തെ തന്നെ ഇന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വന്ന് കീഴടങ്ങിയ മുഖ്യപ്രതിയായിട്ടുള്ള ഷുഹൈബിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. നാളെ കോഴിക്കോട് ജില്ലാ കോടതിയിൽ ഇദ്ദേഹത്തെ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും റിമാൻഡിലേക്ക് പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്ന ഒരു വിവരം. മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുഖ്യപ്രതിയായിട്ടുള്ള ഷുഹൈബ് ഈ കേസിൻ്റെ തുടക്കം മുതൽ MS സൊല്യൂഷനിൽ നിന്ന് ചോദ്യം ചോർന്നു, ഇംഗ്ലീഷിൻ്റെയും കണക്കിൻ്റെയും ഒക്കെ ചോദ്യങ്ങൾ ചോർന്നു എന്ന വാർത്ത വരുന്ന ആ സമയത്ത് തന്നെ ഷുഹൈബ് പ്രധാനമായിട്ടും അന്നൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യം, ചോദ്യങ്ങൾ ഞങ്ങൾ ചോർത്തിയിട്ടില്ല, ഞങ്ങളുടെ അധ്യാപകർ പ്രഗത്ഭരാണ്, ചോദ്യങ്ങൾ പ്രഡിക്റ്റ് ചെയ്തു, ആ പ്രഡിക്റ്റ് ചെയ്ത ചോദ്യങ്ങളാണ് വന്നത് എന്നായിരുന്നു ഷുഹൈബ് പറഞ്ഞിരുന്നൊരു കാര്യം. എന്നാൽ ആ വാദങ്ങളെല്ലാം പൊളിഞ്ഞു. ഇന്നലെ ഉണ്ടായത് ഒരു നിർണായകമായ അറസ്റ്റായിരുന്നു. അതായത് മലപ്പുറത്തെ മഹദിൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്യൂണായിട്ടുള്ള അബ്ദുൽ നാസർ അതായത് ക്രിസ്മസ് പരീക്ഷയുടെ തലേ ദിവസം എത്തിയ ചോദ്യപേപ്പറുകൾ ഫോട്ടോ എടുത്ത് ഫഹദിന്, MS സൊല്യൂഷനിൽ അധ്യാപകനായിരുന്നു ഫഹദ്, ആ ഫഹദിന് ചോദ്യങ്ങൾ ഫോട്ടോ എടുത്ത് വാട്സാപ്പ് വഴി അയച്ചു കൊടുക്കുകയായിരുന്നു എന്ന വിവരം പുറത്തു വന്നതോടെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം അത് കണ്ടെത്തിയതോടെ ഇദ്ദേഹത്തിന്റെ വാദങ്ങളെല്ലാം പൊളിഞ്ഞു. ഇതിനു പിന്നാലെയാണ് ഹൈക്കോടതി ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. ഒരു അറസ്റ്റ് അടക്കമുള്ള നാടകത്തിലേക്ക് കടന്ന് അത് ആ രീതിയിൽ ചർച്ചയാവുന്നതിന് മുൻപേ തന്നെ ഷുഹൈബ് ഇന്ന് ഉച്ചയോടെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി കീഴടങ്ങി എന്നുള്ളതാണ് കാര്യം. എന്തായാലും ഇപ്പോൾ ഷുഹൈബ് ഇപ്പോഴും ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. അതേസമയം ഈ രണ്ടാം പ്രതിയും മൂന്നാം പ്രതിയുമായിട്ടുള്ള ഫഹദിനെയും അതുപോലെ തന്നെ ജിഷ്ണുവിനും ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അടക്കമുള്ള കസ്റ്റഡി അപേക്ഷ നൽകാനിരിക്കുകയാണ്. തിങ്കളാഴ്ച അതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുമെന്നും അറിയുന്നുണ്ട്. എന്തായാലും ഇതിലിപ്പോൾ ഈ അബ്ദുൽ നാസർ സംബന്ധിച്ചിരിക്കുന്നത് +1 സയൻസ് വിഷയങ്ങളിലെ ചോദ്യങ്ങളാണ് താൻ ചോർത്ത് നൽകിയത് എന്ന് മാത്രമാണ്. അതോടൊപ്പം തന്നെ 10ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയുടെ ഇംഗ്ലീഷിൻ്റെ ചോദ്യപേപ്പർ ചോർത്തി എന്ന വാർത്ത ആദ്യം വന്നിരുന്നു. അത് ഈ അബ്ദുൽ നാസർ സമ്മതിച്ചിട്ടില്ല. അത് എവിടെ നിന്നാണ്? അത് മഹദിൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണോ ചോർന്നത്, അതോ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ നിന്നാണോ ചോർന്നത് എന്ന് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. അതിന് ഷുഹൈബിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, ഫഹദിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ ഇനിയും നടക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ മഹദിൻ ഹയർ സെക്കൻഡറി സ്കൂളിന് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വകുപ്പ് തല അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് വീഴ്ചകളാണ് സ്കൂളിലെ, ഒപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാരുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ, ഇതൊക്കെയാണ് ഇങ്ങനെയൊരു ചോദ്യപേപ്പർ ചോർച്ചയിലേക്ക് നയിച്ചത്. എന്തായാലും അന്വേഷണം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു.